അയ്യോ അയ്യോ വള്ളി ഉള്ളു. അയ്യോ ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് നമ്മുടെ ആ വീഡിയോ എടുത്തു കഴിഞ്ഞ് പിന്നെ വരുന്ന വഴി കുറച്ച് നേരം കൊണ്ടാട്ടോ വീഡിയോ എഡിറ്റ് ചെയ്തതും അപ്ലോഡ് ചെയ്തൊക്കെ. പിന്നെ അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ ഇങ്ങനെ പോകാനുണ്ടെന്ന്. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ അങ്ങനെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ വീഡിയോ എടുത്തു തരാനൊന്നും ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ നാളെയാണ് പരിപാടി. അന്നപ്പോൾ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലം കണ്ടോ, ഞങ്ങളൊരു കാട് തന്നെ വേണേൽ പറയാട്ടോ. റബ്ബറും കാടും പാറകളൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് നാളത്തേക്ക് വെള്ളത്തിൻ്റെ ആവശ്യം നന്നായിട്ട് വെള്ളത്തിൻ്റെ ചിലവുണ്ട്. അപ്പോൾ ഞങ്ങൾ വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നാട്ടോ. അപ്പോൾ ഇത് വലിയ പാറയാട്ടോ, അങ്ങനെ ദൂരെ. അപ്പോൾ ഇത് നമ്മുടെ മഹേഷേട്ടൻ ഉണ്ട് കേട്ടോ. മഹേഷൻ ഇന്ന് പണി ലീവായി. പിന്നെ മഹേഷൻ്റെ അമ്മയുടെ അനിയത്തിയാട്ടോ, പിന്നെ ഞാനും. പിന്നെ ഞങ്ങളിങ്ങനെ വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെള്ളം കുടിക്കിയിട്ട് മേലോട്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടോ. പൈപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെതാ അങ്ങ് അവിടെ വരണ്ട്. അതാ എത്തൂലേ എന്തേതാ? ആ അതെ, അങ്ങനെ പൈപ്പൊക്കെ വലിച്ചു കെട്ടി നമ്മൾ വെള്ളം കൊടുക്കാൻ പോവാണ്. കുടിക്കാനൊക്കെ പറ്റുന്നത് ഇവിടെ വീഡിയോ ഇട്ടിരിക്കാം. വയറ് നിറച്ചും കുടിച്ച, ഞാൻ ഒന്നായിട്ട് കുടിച്ച്. ഇനി മഹേശ്വരനോട് കുടിപ്പിക്കുക നമുക്ക് കാട്ട് പോയിട്ട്. ഇനി നമ്മൾ മറ്റേപ്പോൾ നന്നാക്കി പൈപ്പിലേ കൊടുക്കട്ടെ. ഇതാ ആ അത് തന്നെ അതെ കൊടുക്കട്ടെ. ആ കുടിപ്പിക്കുക, നല്ലോണം മുറുക്കി കൊടുക്കട്ടോ. കാണല്ലേ ദിവസം ഞാൻ താണുമ്പോൾ നീ കളിക്കില്ലേ? ഓ ആ വെള്ളാട്ട് വരുന്നുണ്ട്. പൈപ്പന്നല്ലേ? ഓ അത് തന്നെ. ആ നല്ല കാട്ടിക്കൂടെ നല്ല സാരിയൊക്കെ കൊടുത്ത് അല്ലേ സുന്ദരി ഇറങ്ങിയതാ. കാടാ യക്ഷി ഉണ്ടോ? യക്ഷി യക്ഷീനായിരിക്കുന്നോ? ഇല്ലല്ല, സുന്ദരിയാണോ? അതെ അതെ. അപ്പോൾ വെള്ളം നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാന്ന് വെച്ചാൽ അതിനും നേരമില്ലായിരുന്നു. കഴിഞ്ഞ പരിപാടിക്കൊക്കെ വീടൊക്കെ പെയിൻ്റ് അടിച്ച് അടിപൊളിയാക്കിയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ആരും താമസമൊന്നുമില്ലല്ലോ, ഫുള്ള് കാടായിട്ടോ. ഫുള്ള് കാടാട്ടോ. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് അടിച്ച് വരണം. പിന്നെ അവിടെയൊക്കെ കണ്ടില്ലേ, അവിടെയൊക്കെ അടിച്ച് വരാണ്ട്. ഇതൊക്കെ വഴിയാട്ടോ, വഴിയിലൊക്കെ കാടാട്ടോ അവിടെ. പിന്നെ ഇതാട്ടോ നമ്മളെ അമ്പലത്തിൻ്റെ ഒരു മുറ്റം. ഒരു കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിച്ചു വാരി കാട് വറക്കിയൊക്കെ കേട്ടോ. നമ്മളിതാക്കുന്ന അവിടെയൊക്കെ വൃത്തിയാക്കി കുറച്ചൊക്കെ അടിച്ചു വാരി കേട്ടോ. അവിടെയൊക്കെ ആ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാക്കുന്ന അതെ എല്ലാ പണിയും കഴിഞ്ഞ്. ഈ നാളെയാണ് മെയിൻ ഇവിടെ പരിപാടി. എന്താ പറയുക, അടിപൊളി. രാത്രിയൊക്കെ വന്ന് കാണിച്ചത് ഫുൾ അടിപൊളിയാട്ടോ. ഇതിങ്ങനെ അധികം സൂം ആക്കിയിട്ടാട്ടോ, അല്ല ലോങ് ആക്കിയിട്ടാട്ടോ, ഇങ്ങനെ ക്ലിയർ ഇല്ലാത്ത. പോവല്ലേമ്മ? ഇപ്പോൾ ഒരു പുക പോലെ ഉണ്ടല്ലേ. വൈകുന്നേരം ആയില്ലേ, അതിൻ്റെ ഒരു മഞ്ഞ് മൂടലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നാളെ രാവിലെ ഞങ്ങൾ വരും. രാവിലെയൊക്കെ നല്ല മഞ്ഞല്ലേ. പിന്നെ എപ്പോഴും വിചാരിക്കും നമ്മളെ ഈ ഒരു കുളം കാണിച്ചു തരണമെന്ന്. നമ്മുടെ ഇതാക്കുന്ന ഈ ചുറ്റും പറയാട്ടോ, ഈ ചുറ്റും ഇവിടുന്ന് ഫുള്ളും അങ്ങോട്ടും ഇവിടെയൊക്കെ പറയാണേ. നമ്മളെ അമ്പലം ഉള്ളത് ഇതാ ആ ഒരു ഭാഗത്താട്ടോ, വീടും അമ്പലമൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ ചുറ്റും പാറ.
പാറേൻ്റെ എന്താ ഈ നടുവിലായിട്ട് ഇതാക്കുന്ന ഇവിടെ ഒരു കുളമാണ്. ഇത് ഒരാൾക്കുള്ള ഇതുണ്ടാവും അല്ലേ? ഒരാൾക്കുള്ള ആയുണ്ട്. അതെ, അമ്പലൊക്കെ ഇതായിപ്പോയല്ലോ. അതല്ലേ, ഇത് അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഇനി വേണേ ചെറിയൊരു ഐതിഹ്യം വരെ ഉണ്ടാക്കലേ. ഐതിഹ്യങ്ങളൊന്നുമില്ല, പാറപ്പുറത്ത് ഉള്ളൊരു വെള്ളം പറ്റാത്തൊരു വെള്ളം. അതെ, ഇത്രയും വേനലിലും ഉണ്ടാവും വെള്ളം അങ്ങനെ തന്നെ. അത് തന്നെ അതിന്റെ ഐതിഹ്യം. അതെ, വേനലിലും ഉണ്ടാവും മഴയത്തും ഉണ്ടാവും. അരിയൊക്കെ ഉണ്ടല്ലേ, വിത്ത്, ഇതിന്റെ വിത്തില്ലേ? ആളെടുക്കല്ലേ. ചെരുപ്പാണ് നല്ല പാടെ ചെരുപ്പ് പിടിക്കാം. ഈ ഒരു പുളി കണ്ടിട്ടുണ്ടോ? പുളി കഴിച്ചവരോ കണ്ടിട്ടോ ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഇത് ആദ്യമൊക്കെ നിങ്ങൾ കറിയിലൊക്കെ കഴിക്കാൻ എടുക്കൂലേ? പുളിവണ്ട മഷെടുപ്പ് അത് നമുക്ക് കഴിച്ച് കാണിച്ചു തരും. ഉണ്ടോ ഒക്കെ കഴിക്കുന്നുണ്ട്. സ്കൂളിന്റെ ഗ്രൗണ്ട് തലക്കെ കാണുന്ന ബിൽഡിങ്. ക്ലാരിറ്റി അറിഞ്ഞോ? നമ്മൾ ശ്രദ്ധിച്ച് താഴേക്ക് ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ താഴെ എത്തും. നമ്മളല്ലേ ചെറിയൊരു നടവഴി മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, നോക്കട്ടെ, ചോദിച്ചു നോക്കട്ടെ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഇതാക്കുന്ന എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. എത്തി കോഴികളൊക്കെ ഒന്ന് കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. ഒക്കെ കൂടിൻ്റെ മോൾ ഭാഗത്തായിരുന്നു കേട്ടോ. പൊക്കത്തിന് ഇതാക്കുന്ന കൂട്ടിലേക്ക് എല്ലാവരെയും ആക്കിയാണ് എല്ലാവരും ഇപ്പം. അപ്പോൾ എനിക്കൊരു ചെറിയൊരു വീഡിയോ കൂടി എടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും സെറ്റായി, എല്ലാവരുടെയും സെറ്റായി കേട്ടോ. പിന്നെ നമ്മളെ ബ്രഹ്മക്കോഴി കുഞ്ഞുങ്ങളെ പാത്രത്തിൽ തീറ്റയൊന്നും ഇല്ലായിരുന്നു. പിന്നെ വെള്ളം ഇപ്പം തട്ടി മറിച്ചതാണ്. അപ്പോൾ അവർക്കുള്ള തീറ്റ ഇപ്പോൾ കൊടുക്കണം. വയറിലൊക്കെ ഉണ്ട്, എന്നാലും കുറച്ച് കുറവാണ്. അവരിങ്ങനെ എപ്പോഴും കഴിക്കുമല്ലോ. പിന്നെ നമ്മൾ വെച്ച ആ ഒരു പയർവള്ളീൻ്റെ ആ ഒരു ചെടി ഉണ്ടല്ലോ, അതിൽ കുറേയൊക്കെ കഴിച്ചിട്ട് അവർ. ഞാൻ ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും കുറേയൊക്കെ എന്തായാലും കഴിച്ചിട്ടുണ്ട്. അതിലും ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ നമ്മളെ ഈ ചകിരിപ്പൊടി ഉണ്ടല്ലോ, ആ ഒരു പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ ഒന്ന് കുതിർത്തിയിട്ട് ഇതിൻ്റെ ഒരു വെള്ളമൊക്കെ ഷാള് വെച്ച് പിഴിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കാൻ വെച്ചതാട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഇതിലേക്കും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഉണങ്ങി വരുന്നുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഉണങ്ങി ചാക്കിലാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചാട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോഴേക്ക് നമ്മുടെ ഈ തെർമക്കോളിൻ്റെ ഈ ഒരു പീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊത്തി കഴിച്ച് ആകെ ഇവിടെയൊക്കെ കണ്ടില്ലേ, പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ചിന്താനായിട്ടുണ്ട്. നല്ല രീതിക്ക് നല്ലോണം കഴിച്ചിട്ടുണ്ട്. നല്ലൊരു പെട്ടിയായിരുന്നു അത്. ഞാൻ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കണ്ടില്ലേ, കൊത്തിയിട്ട് ഇതാക്കണം. പിന്നെ ഷാളൊക്കെ വെച്ച് മൂടിയായിരുന്നു കേട്ടോ, പക്ഷേ അതിലൊന്നും നിന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. എന്തായാലും ഇത്രയും നേരം വൈകി നമ്മളെ കോഴികളെ അങ്ങനെ ഒച്ചപ്പാട് ബഹളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.